ക്യാൻസറിന് ആശ്വാസമാകുന്ന ഒരു മരുന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ജപ്പാനിൽ നിന്നുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ. ജപ്പാനീസ് മരത്തവളയുടെ കുടലിലെ ബാക്ടീരിയകളിൽ നിന്ന് അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പുതുവഴിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലെ ഒരു പ്രത്യേകതരം ബാക്ടീരിയ എലികളിലെ ട്യൂമർ പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമായും ഭേദമാക്കുന്നതായാണ് വിലയിരുത്തൽ. ജപ്പാനീസ് മരത്തവള വെറുതെ ഒരു പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തതല്ല. ഉഭയജീവികളിലും ഉരഗങ്ങളിലും അർബുദം ഉണ്ടാകുന്നത് വളരെ അപൂർവമാണെന്ന് നമുക്കറിയാം. തവളകളുടെ കുടലിലെ ബാക്ടീരിയകൾ എലികളിലേക്ക് മാറ്റുന്നത് അർബുദത്തിനെതിരെ എന്തെങ്കിലും ഫലം നൽകുമോ എന്ന് ജപ്പാൻ അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷകർ പരിശോധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തവളകൾ, ഞൂറ്റുകൾ, പല്ലികൾ എന്നിവയിൽ നിന്നുള്ള മൊത്തം 45 ബാക്ടീരിയകളെയാണ് പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത്. ഇതിൽ 9 ഇനങ്ങൾ ട്യൂമറിനെ പ്രതിരോധിക്കാൻ ഗണ്യമായ കഴിവുള്ളവയാണെന്ന് കണ്ടെത്തി. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട നട്ടെല്ലുള്ള ജീവികളുടെ കുടലിലെ സൂക്ഷ്മജീവികൾക്കിടയിൽ ഇതുവരെ തിരിച്ചറിയപ്പെടാത്തതും എന്നാൽ അത്ഭുതകരമായ രോഗശാന്തിക്ക് ശേഷിയുള്ളതുമായ നിരവധി ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഈ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. മറ്റ് ചില ബാക്ടീരിയകൾ ചെറിയ കാലയളവിൽ മാത്രം അർബുദത്തെ പ്രതിരോധിച്ചപ്പോൾ ഈ അമേരിക്കന എന്ന ഇനം ബാക്ടീരിയയുടെ ഒരു ഡോസ് മാത്രം നൽകിയ എലികളിൽ ട്യൂമറുകൾ ചുരുങ്ങുക മാത്രമല്ല, അവ പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതിലുപരിയായി 30 ദിവസങ്ങൾക്ക് ശേഷം ഈ എലികളിലേക്ക് വീണ്ടും അർബുദകോശങ്ങൾ കുത്തിവെച്ചെങ്കിലും തുടർന്നുള്ള മാസങ്ങളിൽ അവയിൽ ട്യൂമറുകൾ വളർന്നില്ല. ഈ അമേരിക്കന പ്രധാനമായും 2 രീതികളിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടുതൽ വിശകലനങ്ങളിൽ വ്യക്തമായി. ഇത് ട്യൂമർ കോശങ്ങളെ നേരിട്ട് ആക്രമിക്കുകയും അതോടൊപ്പം ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. രോഗപ്രതിരോധ വ്യവസ്ഥയിലെ പ്രധാന പോരാളികളായ ടി സെല്ലുകളും ബി സെല്ലുകളും ന്യൂട്രോഫിൽസ് എന്നിവയുടെ സേവനം കൂടി ഈ ബാക്ടീരിയ ഉറപ്പാക്കുന്നു. സാധാരണയായി അർബുദ ട്യൂമറുകൾക്കുള്ളിലെ ഓക്സിജൻ കുറഞ്ഞ സാഹചര്യം ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളെ തളർത്തുകയും കീമോതെറാപ്പി മരുന്നുകളുടെ ഫലം കുറയ്ക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരം കുറഞ്ഞ ഓക്സിജനുള്ള സാഹചര്യങ്ങളിൽ അതിജീവിക്കാൻ പരിണമിച്ച ബാക്ടീരിയ ആയതിനാൽ ഈ അമേരിക്കനയ്ക്ക് ട്യൂമറുകൾക്ക് ഇടയിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് ഗവേഷകർ കരുതുന്നു. എലികളിൽ നടത്തിയ ഈ പ്രാഥമിക പഠനങ്ങൾ പ്രകാരം ഈ അമേരിക്കന തികച്ചും സുരക്ഷിതമാണെന്ന് കണ്ടെത്തുന്നു. ഈ ബാക്ടീരിയകൾ എലികളുടെ രക്തത്തിൽ നിന്ന് വേഗത്തിൽ നീക്കം ചെയ്യപ്പെട്ടു. അവ ദീർഘകാല വിഷാംശങ്ങൾ ഉണ്ടാക്കിയില്ല, മാത്രമല്ല ആരോഗ്യകരമായ അവയവങ്ങളെ ബാധിച്ചതുമില്ല. കീമോതെറാപ്പി മരുന്നായ ഡോക്സറോബിൻ ഉൾപ്പെടെയുള്ള നിലവിലെ പല ചികിത്സകളുടെയും ഫലപ്രദമായി എലികളിലെ ട്യൂമറുകളെ ചെറുക്കാൻ ഈ അമേരിക്കന കുത്തിവയ്പ് സാധിച്ചു. ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്കും വികസനത്തിനും അനുയോജ്യമായ സുരക്ഷിതമായ ഒരു മികച്ച ചികിത്സാ മാർഗമാണ് ഈ അമേരിക്കന എന്നാണ്. എങ്കിലും ഇത് പരീക്ഷണങ്ങളുടെ പ്രാരംഭഘട്ടം മാത്രമാണെന്നും മൃഗങ്ങളിൽ നടത്തിയ ഈ പഠനഫലങ്ങൾ മനുഷ്യരിൽ എത്രത്തോളം ഫലപ്രദമാണെന്ന് ഇനിയും ഒരുപാട് പരിശോധനകൾ വേണ്ടിവരുമെന്നും അർബുദങ്ങൾക്കെതിരെയും ഈ ബാക്ടീരിയ എങ്ങനെ പ്രവർത്തിക്കുമെന്നും നിലവിലെ മറ്റ് ചികിത്സകൾക്കൊപ്പം ഇതെങ്ങനെ പ്രയോഗിക്കാമെന്നും പരീക്ഷിക്കാൻ ഗവേഷകർ പദ്ധതിയിടുന്നു.